ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിർണായക ദിനമാണ്. PV അൻവർ ഇന്ന് ഒരു പകൽ കൂടെ കാത്തിരിക്കും. ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നടക്കുന്ന ചർച്ചകൾ ഫലം കാണുന്നുണ്ടെന്നാണ്. ഇന്നത്തെ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു നാഴികക്കല്ലാവും. PV അൻവറിന്റെ സമ്മർദ്ദ തന്ത്രം പാളിയതിനു പിന്നാലെ UDF-നെയും കോൺഗ്രസിനെയും പരസ്യമായി വിമർശിക്കുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയിൽ തുടങ്ങിയ ചേർച്ചയില്ലായ്മ ഇതോടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും മുന്നിലുണ്ട്. നിലവിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇന്ന് ഉച്ചയോടെ എതിരാളി ആരെന്ന് UDF അറിയും. PV അൻവറിന്റെ കാര്യം ഇന്ന് തന്നെ തീരുമാനമാവും. PV അൻവർ ഒരു കരിവേൽപ്പിലയായി എന്ന വിമർശനങ്ങളും ഉന്നയിക്കുന്ന വിഭാഗവുമുണ്ട്. പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചത് UDF-ൽ ഇനി തൃണമൂൽ കോൺഗ്രസിന് അസോസിയേറ്റ് മെമ്പർഷിപ്പ് വേണ്ടെന്നും ഘടകകക്ഷിയായി തന്നെ ഉൾപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം അൻവർ മത്സരിക്കുമെന്നാണ്. അൻവറിന്റെ പരാമർശങ്ങൾ മറക്കാനും പൊറുക്കാനുമുള്ള ബാധ്യതയും UDF-നുണ്ടെന്നും പറഞ്ഞിരുന്നു. പിണറായിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ PV അൻവർ ഒപ്പം വേണ്ടെന്ന് UDF തീരുമാനിച്ചാൽ അൻവർ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഇത്തരത്തിലൊരു വെല്ലുവിളിയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിലവിൽ PV അൻവർ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. TMC-യുടെ പ്രവർത്തക സമിതി യോഗം ഇന്ന് നടക്കും. TMC-യുടെ പൊതുവികാരം അൻവർ മത്സരിക്കണമെന്നാണ്. ലീഗ് എടുക്കുന്ന മുന്നൊരുക്കങ്ങൾ UDF വിജയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നുള്ളതിനാലാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഒരു പകൽ കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട് UDF നേതാക്കൾ വിളിച്ചെന്നും മാന്യമായി പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. തുടർന്നാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. ചില പ്രധാന കാര്യങ്ങൾ പറയാനായിരുന്നു വാർത്താ സമ്മേളനം എന്നും എന്നാൽ ആ കാര്യം ഇപ്പോൾ പറയുന്നില്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു. എന്താണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് കണ്ടറിയാം. ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, പാർട്ടി മീറ്റിംഗ് ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്.